Hi friends, welcome back to Ralees cake. ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളി ഫെററോ റോഷെ കേക്ക് ആണ് ട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്ക് ആണ്. നല്ലൊരു വെറൈറ്റി കേക്കും കൂടെയാണ് ട്ടോ. പിന്നെ ഈ കേക്ക് ഉണ്ടാക്കുന്നതിന്റെ വീഡിയോസും അതിന് വേണ്ട ആവശ്യമുള്ള സാധനങ്ങളും അതുപോലെ തന്നെ ഇതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ വിൽക്കുന്ന വിലയും വീഡിയോയുടെ ലാസ്റ്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിനി കേക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാന്ന് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നല്ലൊരു ഫ്രൈ പാനിൽ കുറച്ച് ഹേസൽനട്ട്, ഞാനിപ്പോൾ ഇവിടെ 100 ഗ്രാം ഹേസൽനട്ടാണ് എടുത്തിട്ടുള്ളത്. അതെടുത്തിട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്യാണ് വേണ്ടത്. ഒരു ബ്രൗണിഷ് കളർ ആവുന്നത് വരെ നമ്മളിതിങ്ങനെ ചട്ടിയിലിട്ടൊരു മീഡിയം ഫ്ലെയിമിലിട്ട് ഇങ്ങനെ വറുത്തെടുക്കണം. ഈ ഹേസൽനട്ട് എന്ന് പറയുമ്പോൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കടല പോലെയൊക്കെ തോന്നും, പക്ഷേ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു നട്ട്സ് ആണ്. നമുക്ക് വെറുതെ കഴിക്കുമ്പോൾ അത്ര ടേസ്റ്റി ആയിട്ട് തോന്നില്ലെങ്കിലും കേക്കിൻ്റെ കൂടെ ഇത് വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ. ഇതിന് 1 കിലോക്ക് ഏകദേശം 1500 രൂപ റേറ്റ് വരുന്ന ഒരു നട്ട്സും കൂടെയാണ് കേട്ടോ ഇത്. ഓക്കെ, നമ്മളപ്പോൾ ഇത് ചട്ടിയിൽ നല്ല രീതിയിൽ വറുത്തെടുക്കുക. നല്ല വറവായി കഴിയുമ്പോൾ നല്ലൊരു സ്മെല്ലൊക്കെ ഇങ്ങനെ വരാൻ തുടങ്ങും. പിന്നെ ഇതിൻ്റെ കളറും ഒന്ന് മാറി നല്ലൊരു ബ്രൗണിഷ് കളറായിട്ട് വരും. സമയത്ത് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്നിട്ട് പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഇത് പൊടിച്ചെടുക്കുകയാണ്. ഒരു മീഡിയം സൈസിലാവുന്നിങ്ങനെ ക്രഷ് ചെയ്തെടുക്കുക. ഡെക്കറേഷൻ ആവശ്യമായിട്ടുള്ള ക്രീമാണ് റെഡിയാക്കി എടുക്കുന്നത്. ഇതിന് ഞാൻ 1 കപ്പ് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ ന്യൂട്ടെല്ല ചേർത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ആ ക്രീമാണ് നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. ക്രീം റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സാധാരണ കേക്ക് ചെയ്യുന്ന പോലെ തന്നെ ഇപ്പം ഞാനിവിടെ കേക്ക് 3 ലെയറായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ആദ്യത്തെ ലെയർ വെച്ച് കൊടുക്കുക. പിന്നെ അതിൻ്റെ മുകളിൽ ഷുഗർ സിറപ്പ്, ഞാൻ ഷുഗർ സിറപ്പിൽ ഇത്തിരി മിൽക്ക് മെയ്ഡും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ, ഒരു നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ ഞാൻ പൊതുവേ ഒട്ടുമിക്ക കേക്കിലും ഇപ്പോൾ ബ്ലാക്ക് ഫോറസ്റ്റ് ഒഴികെ ബാക്കിയുള്ള കേക്കിലൊക്കെ ഒരു വൈറ്റ് ഫ്ലേവർ വരുന്ന കേക്കിലെല്ലാം മിൽക്ക് മെയ്ഡ് കുറച്ച് ചേർക്കാറുണ്ട്. അതെന്താണെന്ന് വെച്ചെങ്കിൽ ചേർത്ത് കഴിഞ്ഞപ്പോൾ നല്ലൊരു ഗ്രേറ്റ് ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ കേക്കിന്. അതിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ മിൽക്ക് മെയ്ഡിൻ്റെയും ഈ ചോക്ലേറ്റിൻ്റെയും എല്ലാം കൂടെ ഇത് വരുമ്പോൾ ഒരു പ്രത്യേക തരം ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയാണ് ഇങ്ങനെ മിൽക്ക് മെയ്ഡ് ചേർക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇതിലും കുറച്ച് മിൽക്ക് മെയ്ഡ് ഷുഗർ സിറപ്പിൽ ഞാൻ ചേർത്തിട്ടുണ്ട്. അവിടെ നല്ലോണം വെറ്റായി കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ന്യൂട്ടെല്ലൊക്കെ ചേർത്ത് മിക്സ് ചെയ്ത് വെച്ച ക്രീം ഉണ്ടല്ലോ, അതിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്യുക. എന്നിട്ടൊന്ന് നമ്മുടെ ഐസിങ് നൈഫ് വെച്ചൊന്ന് സ്മൂത്തൻ ചെയ്തെടുക്കുക. അതിനുശേഷം അതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരുന്ന ഹേസൽനട്ട് ഇട്ട് കൊടുക്കുക. ഇതിന് മുകളിൽ നമുക്ക് കുറച്ചും കൂടെ ന്യൂട്ടെല്ല സ്പ്രെഡ് ചെയ്യുകയും ചെയ്യാം കേട്ടോ. ഞാൻ നെക്സ്റ്റ് ലെയറിലാണ് അത് ചെയ്യുന്നത്. ഇപ്പോൾ ഞാനിവിടെ ഹേസൽനട്ട് പൊടിച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി വീണ്ടും അടുത്ത ലെയർ വെക്കുക. അതിന് മുകളിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഷുഗർ സിറപ്പ് യൂസ് ചെയ്ത് വെറ്റ് ചെയ്യുക. അതുപോലെ ഇതിൻ്റെ രണ്ടാമത്തെ ലെയറിനകത്ത് ഞാൻ കുറച്ച് ചോക്ലേറ്റ് ഗനാഷും കൂടെ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ചോക്ലേറ്റ് ഗനാഷും അതുപോലെ തന്നെ ഈ ന്യൂട്ടെല്ലയും കൂടെ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ രണ്ടും കൂടെ ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേക്കിന്. കേക്കിൻ്റെ സ്പോഞ്ച് ഉണ്ടാക്കുന്ന സമയത്ത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, അപ്പോൾ കുറച്ച് തിരക്കിലായിരുന്നു. പിന്നെ വേറെ 2-3 കേക്കുകളൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ ഇപ്പോൾ നേരത്തെ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ചെയ്തിരുന്നല്ലോ, അതിൻ്റെ സെയിം റെസിപ്പി തന്നെയാണ്. നമ്മൾ കുറച്ച് ഹേസൽനട്ട് പൊടിച്ചതും കൂടെ ഈ കേക്ക് മിക്സിനകത്ത് ചേർക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ പാലും. അപ്പോൾ നമ്മൾ നേരത്തേക്ക് ചെയ്തതുപോലെ തന്നെ കേക്ക് മുഴുവനായിട്ട് ഇനി ക്രീം വെച്ച് കവർ ചെയ്യണം. അതിനുശേഷം ഐസിങ് നൈഫ് യൂസ് ചെയ്ത് നല്ല രീതിയിൽ ഒന്നിങ്ങനെ ഫിനിഷിങ് ആക്കി എടുക്കുക. പിന്നെ സൈഡിലൊക്കെ ഫിനിഷിംഗ് ആക്കി എടുക്കാൻ വേണ്ടി സ്ക്രേപ്പർ യൂസ് ചെയ്യാൻ പറ്റും. അതാകുമ്പോൾ കുറച്ചും കൂടെ എളുപ്പത്തിൽ നമുക്ക് ഫിനിഷിംഗ് ആയി കിട്ടും. പിന്നെ ഈ കേക്കിന് നമ്മൾ ഓവറായിട്ട് ഫിനിഷിങ് ചെയ്യേണ്ട കാര്യമില്ല, കാരണം ഇതിൻ്റെ മുകളിലും സൈഡിലൂടെ മുഴുവൻ നമ്മൾ ചോക്ലേറ്റ് ഗനാഷ് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ആ സമയത്ത് നമുക്ക് ഫിനിഷിങ് ചെയ്യൽ അത്യാവശ്യമാണ്. ഈ കേക്കിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കുന്ന ഗനാഷ് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് ഒരു 3/4 കപ്പ് ചോക്ലേറ്റും 1/4 കപ്പ് വിപ്പിംഗ് ക്രീമും 2 ടേബിൾ സ്പൂൺ ബട്ടറും കൂടെ ചേർത്ത് ഡബിൾ ബോയിൽ ചെയ്ത് നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. നമ്മളൊരു ചെറിയ ചൂടോടെ വേണം നമ്മുടെ കേക്കിൻ്റെ മുകളിൽ ഒഴിക്കാൻ. ഓവർ ചൂടായി പോകരുത്. നല്ലവണ്ണം തണുത്ത് പോയാലും പ്രശ്നമാണ്. അപ്പോഴും നമുക്ക് കേക്കിൽ ഒഴിക്കുമ്പോൾ അത് ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ ഈ ഗനാഷ് വെച്ച് ഈ കേക്ക് മുഴുവനായിട്ടും കവർ ചെയ്തെടുക്കുന്നുണ്ട്. മുകളിൽ നിന്നൊക്കെ വിളിച്ചിറങ്ങുന്ന സ്ക്രേപ്പർ വെച്ചൊന്നും വടിച്ചെടുത്ത് കഴിഞ്ഞാൽ സൈഡ് ഭാഗവും അതുപോലെ നല്ല ഫിനിഷിംഗ് ആയി കിട്ടും.
പിന്നെ ഇതിൻ്റെ സൈഡിൽ നമ്മൾ നട്ട്സ് വെച്ചിട്ടാണ് ഡെക്കറേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച ഹേസൽനട്ട് ഉണ്ടല്ലോ, അത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സൈഡിലൂടെയൊക്കെ ഇങ്ങനെ ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കുന്നത്. ഇതിൻ്റെ മുകളിലായിട്ടൊരു 3 ഫ്ലവർ വെച്ച് കൊടുക്കുന്നുണ്ട്. അത് ചോക്ലേറ്റ് ഗനാഷ് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ആയതിനു ശേഷം തണുത്തതിന് ശേഷമാണ് ഞാൻ ഈ ഡിസൈൻ ചെയ്യുന്നത്. സാധാരണ നമ്മുടെ വിപ്പിംഗ് ക്രീം യൂസ് ചെയ്തിട്ടല്ല. അതുകൂടാതെ ഇതിൻ്റെ കൂടെ 3 ഫെററോ റോഷറിൻ്റെ മിഠായിയും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഫെററോ റോഷറിൻ്റെ മിഠായിക്കും നമുക്കറിയാം നല്ല റേറ്റാണ്. അപ്പോൾ 3 മിഠായിക്ക് തന്നെ 110 രൂപയാണ് ഇതിൻ്റെ വില വരുന്നത്. ഇനി നമ്മൾ അതിൻ്റെ ടോപ്പിലായിട്ട് ഗോൾഡിൻ്റെ ഫുഡ് കളർ വെച്ച് ഓരോ ലൈൻസ് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒരു അട്രാക്ഷന് വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ അടിപൊളി ഫെററോ റോഷർ കേക്ക് എന്ന് പറയുന്നത്. ഗ്രേറ്റ് ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അത്രയും ഗ്രേറ്റ് ടേസ്റ്റാണ് കേട്ടോ. ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 1200 രൂപ മുതൽ 1600 രൂപ വരെയാണ് ഈ കേക്കിൻ്റെ റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളായിട്ടുള്ള, കഴിക്കാൻ ഒത്തിരി ടേസ്റ്റുള്ള നല്ലൊരു കേക്കാണ് കേട്ടോ. ഓക്കെ ദെൻ, താങ്ക് യു ഫോർ വാച്ചിങ്.